കണ്ണൂരുണ്ട്. അതായത് വീട്ടിലൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപ വരും, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചില്ല കേട്ടോ. അതായത് കാർഡിനടിയിൽ എഴുതിയില്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആരും പൈസ വാങ്ങിക്കുന്നില്ല. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ടാന്ന്. അപ്പൊ പൈസ വല്ലതാണ് ചെയ്തത്. കൈക്കിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ കല്യാണത്തിന് തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് ഈ രാത്രിക്ക് ഒരാൾ ഇരിക്കും എഴുതി വെക്കാൻ വേണ്ടിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ എനിക്ക് 500 പേജിന്റെ ബുക്ക് നിറച്ചു ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവും. അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയില് ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ കൊടുക്കുന്നില്ല, ഞാൻ കൊടുത്തല്ല, കൊടുക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞ ബേസിൽ ശരിക്കും അജേഷാണ്. കാരണം IT ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗമില്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് അവസരം. ഞങ്ങള് മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടറില് TV കളിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡിഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡിഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലാണ് ആവശ്യം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടുകൂട്ടുന്നത്. അന്ന് 2000 അപ്പൊ അതിനൊക്കെ ശ്രമം ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുകൂട്ടി. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ കണ്ടുവരുന്ന വന്ന് സിനിമയിൽ എത്താൻ പറ്റി, കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നു നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാനുള്ള എല്ലാവരും അജേഷ് ഉറപ്പായിട്ടും.